ക്ലാസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഈ നെയിം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ന്യൂമറിക് സിസ്റ്റത്തിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് വേണം നമുക്ക് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഇതാ നമുക്ക് ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ വേഗം നല്ല ഉഷാറായിട്ട് നല്ല കുട്ടികളായിട്ട് എനിക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ക്ലാസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവുള്ളൂ. അതെ, വൈശാഖി എന്ന് തന്നെയാണ് കേട്ടോ പേര്. ഈ ഗായല്ല കേട്ടോ വൈശാഖിക്ക് വരുന്നത്, നഖം എന്ന് എഴുതുന്നതിൻ്റെ ഗായാണ് കേട്ടോ. ഓക്കെ, എന്തായാലും പറയുമ്പോൾ ഒക്കെ ഗായാണല്ലോ അല്ലേ? യെസ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇല്ലേ ഇവിടെ? എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കണു. കുറേ പേരൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ആൻസേഴ്സൊക്കെ വേഗം പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണിക്കട്ടെ. എല്ലാവരും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ വേഗം എല്ലാവരും കുറേ തംസ് ഒക്കെ ഇട്ടേ ചാറ്റിൽ. കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ന്യൂമറിക് സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂമറിക് സിസ്റ്റത്തിൻ്റെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? യെസ്. ഓക്കെ, ബദ്രിനാഥ്, ദക്ഷ, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യാൻ പോരാ, വേറെന്താ വേണ്ടേ? നമുക്കിതൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് നമുക്കിത് അപ്ലൈ ചെയ്ത് ആൻസേഴ്സ് കണ്ടുപിടിക്കുക, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് അല്ലേ? താങ്ക് യു, എൻ്റെ നെയിം വളരെ ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. യെസ്, ഹാർട്ട്സും തംസും ഒക്കെ വരട്ടെ. നിറച്ച് ഹാർട്ട്സ് കിട്ടാനാണ് നിങ്ങൾ എത്രത്തോളം റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. യെസ് യുദ്ധി, ഞാൻ പേര് വിളിച്ചല്ലോ യുദ്ധിയുടെ. അപ്പോൾ നമ്മൾ രണ്ടാഴ്ചയിലേ കണ്ടിട്ട്, കഴിഞ്ഞ ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ PYQs സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ, ആൻസേഴ്സ് നിങ്ങളാണ് പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അപ്പോൾ ഈ മലയാളം മീഡിയംകാർ പേടിക്കണ്ട, ഞാൻ നോട്ട്സ് അയച്ചു തരുമ്പോൾ മലയാളം കൂടി ഉൾപ്പെടുത്താൻ നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ്സിന് മുന്നേക്ക് കിട്ടാത്തത്. മലയാളം മീഡിയംകാർ ആരും ടെൻഷൻ അടിക്കേണ്ട, ഞാൻ മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. നിങ്ങൾക്ക് നോട്ട്സ് അയക്കുമ്പോൾ ഞാൻ മാക്സിമം മലയാളത്തിലും കൂടി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, യെസ് ആഷ്മി, എല്ലാവരുടെയും ഞാൻ പേര് കാണുന്നുണ്ട്. ഞാൻ അധികം സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവരുടെ പേരിലേക്ക് ഇങ്ങനെ കടക്കാത്തത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ തന്നിട്ടുള്ളതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായ ഉത്തരം? അപ്പോൾ അതാ കുറേ പേര് ഡി എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ധന്യ ഷെറീജ്, അത് ആരാണ്? പേരും കൂടി ഒന്ന് ഇടണേ. ചിലപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടാവും നിങ്ങൾ, പക്ഷെ എന്നാലും ഞാൻ വിട്ടുപോയതായിരിക്കാം. ഓക്കെ, കുറേ പേര് ഇതാ ഡി എന്ന് ഇട്ടിട്ടുണ്ട്. അവനി ഡി എന്ന് ഇട്ടിട്ടുണ്ട്. ആൻഡ് അഭിരാമി ഡി എന്നിട്ടിട്ടുണ്ട്. ധന്യ എന്ന് പറയുന്ന ആളുടെ പേരെന്താണ്? ആൻഡ് ഷീമ എന്ന് പറയുന്ന ആളുടെ പേര്, ഞാൻ ഈ പേര് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ടോളറേറ്റ് ചെയ്യണം. കാരണം എനിക്ക് ഇത്രയധികം പേരുടെ പേരായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പേരും കൂടി ഒന്ന് ഇടണം. അപ്പോൾ അതിൽ കുറേ പേര് ബി എന്ന് പറയുന്നുണ്ട്, കുറേ പേര് ഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? യെസ്, നക്ഷത്ര. ഓക്കെ, നക്ഷത്ര വേറെ ഫോണെന്ന് കയറിയതല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ അതാ കുറേ പേര് ഡി എന്നും കുറേ പേര് ബി എന്നും പറയുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലെ ഏതാണ് ശരിയായ ഉത്തരം? അതാണ് ചോദ്യം. 0 ഒരു ഓഡ് നമ്പറാണ്, ഒറ്റ അക്ക സംഖ്യയാണ് 0. 0 ഒരു ഈവൺ നമ്പറാണ്. 0 എന്ന് പറയുന്നത് ഒരു ഇരട്ട സംഖ്യയാണ്. ഇനി 0 ഈസ് എ പ്രൈം നമ്പർ. 0 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ് എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. 0 ഒരു ഓഡ് നമ്പറും അല്ല, ഒരു ഈവൺ നമ്പറും അല്ല എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിലേതായിരിക്കും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? യെസ്, അപ്പോൾ എല്ലാവരും പറയുന്നത് ശരിയാണ്. 0 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറും അല്ല, ഒരു ഈവൺ നമ്പറും അല്ല, രണ്ടിലും പെടാത്ത ഒരു സംഭവമാണ് 0 അല്ലേ? അപ്പോൾ 0 എന്ന് പറയുന്നത് ഇസ് നോട്ട് ആൻ ഓഡ് നമ്പർ ആൻഡ് നോട്ട് ആൻ ഈവൺ നമ്പർ. ഓഡ് നമ്പറും ഈവൺ നമ്പറും അല്ലാത്ത ഒരു നമ്പറാണ് 0. 0 ഇതിൽ രണ്ടിലും പെടില്ല. പക്ഷെ 0യിൽ അവസാനിക്കുന്ന സംഖ്യകളെല്ലാം ഈവൺ നമ്പറിലാണ് വരുന്നത് അല്ലേ?
സീറോയിൽ അവസാനിക്കുക എന്ന് പറയുന്നത് അത് ഒറ്റക്ക സംഖ്യ ആയിരിക്കും അല്ലേ. അപ്പൊ സീറോയിൽ അവസാനിക്കുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈവൺ നമ്പർ ആണ്. പക്ഷെ ഇവിടുത്തെ ഉത്തരം വരുന്നത് താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് താങ്ക് യു. എനിക്ക് തോന്നുന്നു പുതിയ ആളാണോ ശിവാനി? ഓക്കെ, സോ ക്ലാസ് ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. വേറെ ഒരു കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യണ്ട. ഓക്കെ, ഗായത്രി നന്ദ, ഓക്കെ, വെൽക്കം. യെസ്, യു ഗോട്ട് കറക്റ്റ്. അപ്പൊ കുറെ പേരൊക്കെ കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ. 0 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറും അല്ല, ഒരു ഈവൺ നമ്പറും അല്ല, രണ്ടിലും പെടാത്ത ഒരു സംഭവമാണ് 0. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? കാരണം ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ രണ്ട് പെയേഴ്സ് ആക്കി കഴിഞ്ഞാൽ ബാക്കി ഒന്നും വരാൻ പാടില്ല അല്ലെ. 0 എന്ന് പറയുന്നതിൽ പെയേഴ്സ് ആക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഇല്ല. അപ്പൊ 0 എന്ന് പറയുന്നത് ഓഡ് നമ്പറും അല്ല, ഈവൺ നമ്പറും അല്ല എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. എപ്പോഴും ശ്രദ്ധിക്കുക, 0 ഈസ് നെയ്തർ ഓഡ് നോർ ഈവൺ. 0 ഒരു ഒറ്റ അക്കവും അല്ല, ഒരു ഇരട്ട അക്കവും അല്ല. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി ആർക്കെങ്കിലും ഇത് ക്ലിയർ ആവാത്തവരുണ്ടോ? കുറേ പേര് ഇപ്പോ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ പേര് ബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് 0 ഒരു ഈവൺ നമ്പർ ആണെന്നാണ്. 0നെ നമ്മളൊരു ഈവൺ നമ്പർ ആയിട്ടല്ല കണക്കാക്കുന്നത്, പക്ഷെ 0യിൽ അവസാനിക്കുന്ന സംഖ്യകളൊക്കെ ഈവൺ നമ്പർ ആണ്. 10, 20, 30, 40 ഇതൊക്കെ ഈവൺ നമ്പേഴ്സ് ആണ്. 100, 500, 1000 എല്ലാം ഈവൺ നമ്പറുകളാണ്, അതായത് ഇരട്ട സംഖ്യകളാണ്. പക്ഷെ ഇത് 0 മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇത് രണ്ടിലും പെടില്ല. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് പ്ലേസ് വാല്യൂ ഓഫ് 5 ഇൻ ദ നമ്പർ 5,84,356? അതായത് ഈ 5,84,356 എന്ന് പറയുന്ന ഈ സംഖ്യയിലെ ഈ 5 എന്ന് പറയുന്നതിന്റെ പ്ലേസ് വാല്യൂവിന്റെ സ്ഥാനമൂല്യത്തിന്റെ ആകത്തുക സം എത്രയാണ്? അതാണ് ചോദ്യം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ആൻസർ ആണോ അതോ രണ്ടാമത്തെ ആൻസർ ആണോ എന്ന് കൂടി നിങ്ങൾ വ്യക്തമാക്കി പറയണം കേട്ടോ. കുറെ പേര് ഇപ്പതാ ഡി 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 എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെനിക്ക് നിങ്ങൾ ഡി എന്ന് മാത്രം പറഞ്ഞാൽ 1ന്റെ ആണോ 2ന്റെ ആണോ? അതാ അപ്പോൾ കുറച്ച് പേരൊക്കെ 1 ഡി 2 ഡി എന്നൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ വ്യക്തമാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ രണ്ടാമത്തെ ഉത്തരമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇടി ഡി എന്ന് കമന്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ആണോ? അത് കുറേ പേരിട്ടിട്ടുണ്ട് കേട്ടോ. അർജുൻ, നക്ഷത്ര ആൻഡ് ആദിദേവ്, യെസ്, കൃഷ്ണേന്ദു, കുറേ പേരിട്ടിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെ പേരും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അഭിരാമി, കുറേ പേരിട്ടിട്ടുണ്ട്. ഓക്കെ, സോ രണ്ടാമത്തെ ആൻസർ ഡി ആണ് എന്ന് ഉള്ളവര് ഒന്ന് തംസ് ഇട്ടേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ 2 എന്ന് കുറെ പേര് ഇടുന്നുണ്ട്, ഡി എന്ന് കുറെ പേര് ഇടുന്നുണ്ട്, കുറച്ച് പേര് ബി എന്ന് ഇടുന്നുണ്ട്. അപ്പൊ ഡി ആണ് എന്ന് തോന്നണവരൊന്ന് തംസ് ഇട്ടത് വേഗം. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ്. അതായത് 5,50,000 5,50,000 ആണ് ഉത്തരം എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഒന്ന് വേഗം ഒന്ന് ഹാർട്ടോ തംസ് എന്തെങ്കിലും ഇട്ടേ. അപ്പൊ എനിക്ക് മനസ്സിലാവും എത്ര പേർക്ക് മനസ്സിലായി അല്ലെങ്കിൽ എത്ര പേർക്ക് സംശയം ഉണ്ട് എന്നുള്ളത്. യെസ്, തംസൊക്കെ വരട്ടെ, വേഗം വരട്ടെ. ഓക്കെ, സോ 1 2 3 4 5 6 7 കുറെ പേരൊക്കെ ടംസ് ഇടുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ അതെല്ലാവരും ഡി എന്നുള്ള ഉത്തരമാണ് പറയുന്നത് അല്ലെ. ഇനി ആർക്കെങ്കിലും അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? എങ്ങനെയാണ് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇനി പ്ലേസ് വാല്യൂസിന്റെ സമ്മാണ് ഇവിടെ ചോദിക്കുന്നത്. പ്ലേസ് വാല്യൂവിന്റെ സമ്മ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, അപ്പൊ അതെല്ലാവർക്കും നല്ല വ്യക്തമായി മനസ്സിലായി തോന്നുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഇതിന്ന് തോന്നുന്നത്. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. എന്താണ് ആൻസർ? ഇതാണ് ഉത്തരം. 5,50,000 എന്ന് പറയുന്നതാണ് ഉത്തരം. എങ്ങനെയാണ് നമുക്ക് ആ ഉത്തരം കിട്ടിയത്? 5,84,356 ഇതിന്റെ ആണല്ലേ നമ്മള് പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. ഏതിന്റെ പ്ലേസ് വാല്യൂ? 5ന്റെ പ്ലേസ് വാല്യൂസിന്റെ സമ്മ്. കാരണം ഇവിടെ 2 5 വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ 5ന്റെ പ്ലേസ് വാല്യൂ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 5
ഗുണിക്കണം, അത് ഏത് സ്ഥാനത്താണോ കിടക്കുന്നത് ആ സ്ഥാനം കൂടി ഇതിന്റെ കൂടെ ഗുണിക്കുക. ഏതാ സ്ഥാനം? ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം. ലക്ഷത്തിന്റെ പ്ലേസിലാണല്ലേ കിടക്കുന്നത്. അപ്പൊ 5 ഇൻറ്റു 1,00,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ലക്ഷം എന്ന് കിട്ടും. അപ്പോൾ ആദ്യം കിടക്കുന്ന 5ന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ഇനി രണ്ടാമത് കിടക്കുന്ന 5 എവിടെ കിടക്കുന്നത്? 10ന്റെ ടെൻസിന്റെ പ്ലേസിലാണ് അല്ലേ. അപ്പൊ 5 ഗുണം 10 50 എന്ന് കിട്ടി. ഇനി സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. 5ന്റെ സ്ഥാനമൂല്യത്തിന്റെ ആകെ തുകയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 5 ലക്ഷം പ്ലസ് 50. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5,50,000 എന്നുത്തരം കിട്ടി. മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഇത് ക്ലിയർ ആവാത്തതുണ്ടോ? അല്ല, എല്ലാവർക്കും കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. സെക്കൻഡ് ഡി. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ആക്റ്റീവായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് പറയുക. ഞാൻ ആരെങ്കിലും ആൻസേഴ്സ് പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കരുത്. നിങ്ങൾക്ക് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, ആൻസേഴ്സ് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനൊക്കെ ഒരു തോന്നൽ വരുള്ളൂ അല്ലേ. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ട് എങ്ങനെ നമുക്ക് പ്ലേസ് വാല്യൂ 5,50,000 കിട്ടിയതെന്ന്? ഇല്ല. അപ്പൊ 72 പേരുണ്ട് ഇവിടെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അതൊന്നും എനിക്ക് ഇവിടെ കാണുന്നതായിട്ട് തോന്നുന്നില്ല. കുറച്ചും കൂടിയൊക്കെ ഒരു ആക്റ്റീവായിട്ട് നമുക്ക് വരണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The difference between the greatest and the smallest 5-digit number formed by the digits 0, 3, 6, 7 and 9 without repetition. അതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആൻസർ ഒക്കെ എളുപ്പമാണ്. എന്താണ്? ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അത് ഉള്ളതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ 5ഉം ചെറിയ 5ഉം അല്ല. ഇവിടെ നമുക്ക് കുറച്ച് 5 അക്ക സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലെ. 0, 3, 6, 7, 9 5 അക്കങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യയും ഇതേ 5 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. അതില് ഈ 5 അക്കങ്ങൾ ഒരു പ്രാവശ്യം വരാൻ പാടുള്ളൂ, റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. അതായത് ഈ 5 അക്കത്തിൽ 0 ഒരു വട്ടം, 3 ഒരു വട്ടം, 6 ഒരു വട്ടം, 7 ഒരു വട്ടം, 9 ഒരു വട്ടം, ഇങ്ങനെ ഈ 5 അക്കങ്ങൾ ഓരോ തവണ മാത്രം വന്നിട്ട് ഈ 5 എണ്ണം ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഗ്രേറ്റസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പർ ഉണ്ടാക്കണം. ഈ 5 എണ്ണം തന്നെ ഉപയോഗിച്ചിട്ട് ഏറ്റവും ചെറുതും ഉണ്ടാക്കണം അല്ലേ. അപ്പൊ ഇതാ കുറേ പേര് ഇതാ ആൻസേഴ്സ് പറയുന്നുണ്ടല്ലോ. ഇപ്പോ എല്ലാവരും ആൻസേഴ്സ് നക്ഷത്ര, ദക്ഷ, കുറെ പേരൊക്കെ ആൻസർ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇത്ര എളുപ്പമാണോ? അപ്പൊ നല്ല അടിപൊളിയായില്ലോ നമുക്ക്. അപ്പൊ എല്ലാവർക്കും നവോദയയിലെ എൻട്രൻസ് കിട്ടൂല്ലേ. എല്ലാവരും നല്ല കറക്റ്റായിട്ട് ആൻസർ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യോ, ഈ 5 അക്കം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഒന്ന് കമന്റ് ചെയ്ത വേഗം. 0, 3, 6, 7, 9 ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ കമന്റ് ചെയ്യാം. വേഗം ചെയ്തോ. എനിക്ക് നിങ്ങൾ ഏത് വഴിയിലാണ് ചെയ്തതെന്നും കൂടെ അറിയണം. ചിലപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിലോ നിങ്ങളുടെ ബുക്കിലുണ്ടെങ്കിലോ അങ്ങനെയാണ് നിങ്ങൾ പറയണേന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ 0, 3, 6, 7, 9 എന്നുള്ള ഈ 5 നമ്പറുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ. ഓക്കെ, സോ നക്ഷത്ര കമന്റ് ചെയ്തിട്ടുണ്ട് 97,630. ഓക്കെ, അത് തന്നെയാണോ എല്ലാവർക്കും അത് തന്നെയാണോ തോന്നുന്നത്? ഓക്കെ, അതെ, കുറെ പേരുടെ ആൻസേഴ്സ് വരുന്നുണ്ട്. 97,360 അത് കറക്റ്റ് ആണ് അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലായത്? നമുക്ക് തന്നിട്ടുള്ള 5 അക്കങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 9, 0, 3, 6, 7, 9 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ. ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഈ കൂട്ടത്തിലത്തെ ഏറ്റവും വലിയ നമ്പറാണ്, അതായത് 9. അടുത്തത് എഴുതേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വലിയ സംഖ്യ 7 അല്ലെ. അത് കഴിഞ്ഞിട്ട് അടുത്ത വലിയ സംഖ്യ 6, then 3, പിന്നെ 0. അപ്പൊ ഈ 5 അക്കം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ റിപ്പീറ്റേഷൻ ഇല്ലാതെ, അതായത് ഒരക്കം തന്നെ വീണ്ടും വരാതെ ഈ 5 അക്കം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 97,630 ആണ്. ക്ലിയർ ആണല്ലോ.
ഇനി ഇതേ 5 സംഖ്യകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, എല്ലാവരും ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. 97,630 ആണ്. 97,630 ആണ്. കുറെ പേര് ആൻസേഴ്സും പറയുന്നുണ്ട്. വെരി ഗുഡ്. പക്ഷെ നമുക്ക് ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് നോക്കണമല്ലോ. അതിനാണ് ഞാനിപ്പോൾ നിങ്ങളോട് വലിയ അക്കവും ചെറിയ അക്കവും ഒക്കെ പറയണത്. ഓക്കെ, സോ ചെറിയ അക്കം, ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ അക്കം ഒന്ന് പറഞ്ഞേ. least number that we can create from this 5 digit numbers 03679. എന്താണ്? യെസ്, അപ്പൊ അതെന്താ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നക്ഷത്ര കമന്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സാമുവൽ എന്ന് പറയുന്ന പേരുള്ള ആള്. ഓക്കെ, സോ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. യെസ്, സീന KR, യെസ്, ശ്രീനന്ദയാണെന്ന് തോന്നുന്നത്, വേറെ ശ്രീനന്ദ. ദെൻ യെസ്, കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പോൾ കുറച്ച് പേരൊക്കെ 0 ആദ്യം വെച്ചിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ആരോ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ആണ്. യെസ്, കുറേ പേര് ഫസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും പ്രധാനം. ഉത്തരം കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ എപ്പോൾ പറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമല്ല കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, നിങ്ങൾ പറയണം. പക്ഷെ എപ്പോൾ പറഞ്ഞാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, യെസ്, അപ്പോൾ ഇതാ എല്ലാവരും കമന്റ് ചെയ്തിട്ടുള്ള ലീസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 30,679 ആണ്. അപ്പോൾ ലീസ്റ്റ് ഡിജിറ്റ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തന്നിട്ടുള്ളതിലെ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം ആദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 ആണല്ലേ ചെറിയ സംഖ്യ. ഞാൻ 0 ആദ്യം എഴുതിയിട്ട് ഈ ചെറിയ സംഖ്യ അസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ഇതൊരു 5 അക്ക സംഖ്യ ആയോ? ഇല്ല അല്ലേ. കാരണം ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന 0 നമ്മൾ കൂട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ ഒരു 0 വന്നു കഴിഞ്ഞാൽ ഈ ഒരു 0 എന്ന് പറയുന്നത് ഇതിലുള്ളതല്ല, ഇതൊരു 4 അക്ക സംഖ്യ ആയുള്ളൂ. ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും അവസാനമാണ് ഈ 0 വരുന്നതെങ്കിൽ ഇതൊരു 3679 എന്ന് പറയുന്ന സംഖ്യയെ ആവുള്ളൂ. അതുകൊണ്ട് 0 ആദ്യം വരരുത്. 0 അല്ലാതെ ബാക്കിയുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് വരേണ്ടത്. ദെൻ 0 ഉണ്ടെങ്കിൽ അത് രണ്ടാമതായിരിക്കണം എഴുതേണ്ടത്. മനസ്സിലായല്ലോ? 1 ആണ് ഉള്ളതെങ്കിൽ 1 ആണ് ആദ്യം എഴുതേണ്ടത്. ഇനി 0 ആണുള്ളതെങ്കിൽ 0 ആദ്യം എഴുതരുത്. 0 ആദ്യം എഴുതിയാൽ 5 അക്ക സംഖ്യ എന്നുള്ളത് 4 അക്ക സംഖ്യയാവും. 10 അക്ക സംഖ്യ എന്നുള്ളത് 9 അക്ക സംഖ്യയാവും. മനസ്സിലായോ? അപ്പൊ 0 ആരും ആദ്യം എഴുതരുത്. 0 രണ്ടാമത് എഴുതണം. 0 അല്ലാതെയുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ അതാ വലിയ സംഖ്യ കാണാനായിട്ട് നമ്മൾ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതി. ചെറുത് കാണാൻ വേണ്ടി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി 0 രണ്ടാമത് ഇട്ടിട്ട്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതായത് ഇത് രണ്ടും തമ്മിൽ കുറയ്ക്കുക. ഇത് രണ്ടും തമ്മിൽ കുറയ്ക്കുമ്പോൾ എങ്ങനെ ഉത്തരം കിട്ടുന്നത്? 97,630 97,630 30,679 കൂടി കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 66,951 ആണ്. യെസ്, 3 അല്ലെങ്കിൽ സി ആണ് ഉത്തരം വരുന്നത്. വെരി ഗുഡ്. അപ്പൊ ഞാനിത് പറയുന്നതിന് മുന്നേ തന്നെ കുറേ പേര് ഇതിന്റെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്തു, സി എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നതിൽ എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ. കാരണം നിങ്ങൾക്ക് അപ്പോൾ ഉത്തരം ഇത് ക്ലാസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലായതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അതെന്തായാലും നല്ല കാര്യമാണ്. പക്ഷെ കുറെ പേർക്ക് ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പോകാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതേ തന്നെയാണോ ചെയ്തത് എന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഇതാ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും 0 പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ ഈവൺ ആണോ ഓഡ് ആണോ എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് എന്തായിരുന്നു? നമ്മൾ പ്ലേസ് വാല്യൂവിന്റെ സമ്മ് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. അതൊക്കെ നിങ്ങൾ ചെയ്തത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ചെയ്തു, റൈറ്റ്. ഇനി മൂന്നാമത്തെ എന്തായിരുന്നു? 5 അക്കങ്ങൾ തന്നിട്ട് അതിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഉണ്ടാക്കിയിട്ട് അതിന്റെ ഡിഫറൻസ് കാണാനാണ്. യെസ്, അപ്പൊ 66,951 ആണ് ഉത്തരം. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും നല്ല പോലെ ആക്റ്റീവായിട്ട് പറയുന്നുണ്ട്. വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5 digits greater and 5 digits smaller number with different digits. എന്താണ് ചോദ്യം? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5 digits greater and 5 digits smaller number with different digits. അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആൻസർ പറയുന്നുണ്ടെങ്കിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ്റെ ആണെന്നും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയണം കേട്ടോ.
ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കഴിഞ്ഞത് അല്ലേ. അപ്പൊ 3 ക്വസ്റ്റ്യൻസിന്റെയും ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ അപ്പൊ ഒരു ഹാർട്ട് ഇട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാവുന്നുണ്ട്, നമ്മൾ നല്ല ഒരുമിച്ച് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ വേഗം ഒരു ഹാർട്ടൊക്കെ ഇട്ട് ഒന്ന് നോക്കട്ടെ, പെട്ടെന്ന് ഇട്ടോളൂ. എന്നാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ മലയാളം മീഡിയംകാർ പേടിക്കേണ്ട, ഞാൻ വീണ്ടും പറയാണ്, ഞാൻ നിങ്ങൾക്കും കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ട് തരാം. ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സംശയം ഉണ്ടാവും അല്ലേ, അയ്യോ ഇത് എന്താണിത് ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്നുള്ളത് അല്ലേ. അപ്പൊ 3ാമത്തെ ക്വസ്റ്റ്യൻ വരെ എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ വേഗം ഒരു ഹാർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. യെസ്, അതാ ഹാർട്ടൊക്കെ എന്തോരം ഹാർട്ടാ വരുന്നേ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടല്ലേ, അതെന്തായാലും അടിപൊളി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. യെസ്, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താ അടുത്ത ക്വസ്റ്റ്യൻ, 5 അക്ക സംഖ്യയിലെ ഏറ്റവും വലുതും 5 അക്ക സംഖ്യയിലെ ഏറ്റവും ചെറുതും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ 5 അക്ക സംഖ്യയിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് നമ്പേഴ്സ്, റിപ്പീറ്റേഷൻ ഇല്ലാതെ ഒരു നമ്പർ വീണ്ടും വരാത്ത രീതിയിലുള്ള 5 അക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. 5 അക്ക സംഖ്യയിലത്തെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 9999 ആണെന്ന് നമുക്കറിയാം അല്ലെ. 999999, അതാണ് 5 അക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരേ നമ്പർ വീണ്ടും വരാത്ത രീതിയിൽ, ഇപ്പൊ 9 എന്നുള്ള നമ്പർ വീണ്ടും വരാത്ത രീതിയിൽ ഏറ്റവും വലിയ 5 അക്ക സംഖ്യ ഏതാണ്? ഒന്ന് വേഗം കമന്റ് ഇട്ട് എല്ലാവരും. വീണ്ടും വരാൻ പാടില്ല, വന്ന സംഖ്യ തന്നെ വീണ്ടും വരാൻ പാടില്ല. അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. 5 അക്ക സംഖ്യയിലെ വന്ന അക്കം തന്നെ വീണ്ടും വരാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? വേഗം ഒന്ന് കമന്റ് ഇട്ടോളൂ. അതന്നെ, നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്. വലിയ സംഖ്യയാണ് കേട്ടോ ഞാൻ ചോദിച്ചത്, വലുത്, ചെറിയ സംഖ്യ അല്ല, ഏറ്റവും വലിയ സംഖ്യ. 5 അക്ക സംഖ്യയിലെ ഒന്ന് തന്നെ വീണ്ടും സംഭവിക്കാത്ത രീതിയിൽ, ഒന്നെന്ന് പറഞ്ഞ ഒന്നാമത്തെ ഒന്നെന്ന് പറഞ്ഞ നമ്പർ അല്ല കേട്ടോ, വന്ന സംഖ്യ തന്നെ വീണ്ടും വരരുത്. അതിൽ ഒന്നിൽ കൂടുതൽ ഒരേ സംഖ്യ ഉണ്ടാകാത്ത രീതിയിലുള്ള ഏറ്റവും വലിയ സംഖ്യ. ഓക്കെ, അപ്പൊ കുറെ പേര് ആൻസേഴ്സ് ഇടുന്നത് കറക്റ്റ് ആണ്. നമ്മളേതാ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? യെസ്, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനൊന്ന് ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, 5 അക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 999999 ആണ്. ഇതാണ് ഗ്രേറ്റസ്റ്റ് നമ്പേഴ്സ് എമംഗ് ദ 5 ഡിജിറ്റ്. 5 അക്കത്തിലെ ഏറ്റവും വലുതാണ് ഇത്. പക്ഷെ ഇതിൽ 9 തന്നെയാണ് എല്ലാ വട്ടവും വരുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കണത്, വിത്ത് ഡിഫറെന്റ് ഡിജിറ്റ്സ്, അതായത് വ്യത്യസ്ത ഡിജിറ്റുകളായിട്ടുള്ള 5 അക്കത്തിലത്തെ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്തായാലും 9 എഴുതണം അല്ലെ. ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണത് 9-ലായിരിക്കണം. അത് കഴിഞ്ഞ് 9 കഴിഞ്ഞ് തൊട്ട് അടുത്ത് വരുന്ന അടുത്ത വലുത് ഏതാ, 8, പിന്നെ അടുത്ത വലുത് ഏതാ, 7, പിന്നെ അടുത്ത വലുത് 6, പിന്നെ 5. ഇതാണ് 5 അക്ക സംഖ്യയിലെ വന്ന സംഖ്യ തന്നെ വീണ്ടും വരാത്ത രീതിയിലുള്ള ഏറ്റവും വലുത്. കറക്റ്റ്. അപ്പൊ അത് കുറേ പേര് ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് 5 അക്ക സംഖ്യയിലെ ഏറ്റവും വലിയ സംഖ്യ വിത്ത് ഡിഫറെന്റ് ഡിജിറ്റ്സ്. ക്ലിയർ ആണല്ലോ. ഇനി 5 അക്ക സംഖ്യയിലെ തന്നെ ഏറ്റവും ചെറിയ സംഖ്യ, 5 അക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അതും കൂടി ഒന്ന് കമന്റ് ഇട്ടു. അതായിരിക്കും ചിലപ്പോൾ ആർക്കെങ്കിലും കുറച്ച് സംശയം വരാൻ സാധ്യതയുള്ളത്. 5 അക്ക സംഖ്യയിലെ ഏറ്റവും ചെറിയ സംഖ്യ, അതില് എന്ത് വരാൻ പാടില്ല, വന്ന സംഖ്യ തന്നെ വീണ്ടും വരാത്ത രീതിയിലുള്ളത്. സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. അപ്പൊ എപ്പോഴും ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞത്? സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എപ്പോഴും ഏത് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഗ്രേറ്റസ്റ്റ് നമ്പർ എപ്പോഴും 9-ൽ നിന്ന് തുടങ്ങണം. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും 1-ൽ നിന്ന് തുടങ്ങണം. മനസ്സിലായോ? 1-ൽ നിന്ന് തുടങ്ങണം. ഏറ്റവും ചെറിയ സംഖ്യ എപ്പോഴും 1-ൽ നിന്നായിരിക്കണം തുടങ്ങേണ്ടത്. ഓക്കെ, സോ ഓക്കെ, കുറെ പേരൊക്കെ കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. യെസ് 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 യെസ്, കുറെ പേരൊക്കെ കറക്റ്റ് ആൻസേഴ്സ് പറയാൻ, വളരെ കുറച്ച് പേരായിട്ട് പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പറയുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാനപ്പോൾ പറഞ്ഞുതരാം, നോക്കിക്കോളൂ.
ഒന്നിൽ നിന്ന് തുടങ്ങണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ചെറിയ സംഖ്യ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 9 കഴിഞ്ഞ് അടുത്ത വലുത് 8, അടുത്ത വലുത് 7, അടുത്ത വലുത് 6, അടുത്ത വലുത് 5, അങ്ങനെയാണ് പോയത്. സ്വാഭാവികമായും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എഴുതാനായിരിക്കും ഒരു ടെൻഡൻസി വരുന്നത് അല്ലേ? അപ്പൊ 5 അക്കത്തിലത്തെ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരാത്ത രീതിയിലുള്ള വലിയ സംഖ്യ ഇതാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇതിനെ ഏറ്റവും ചെറുത് ഇങ്ങനെ എഴുതിക്കൂടെ? ഏറ്റവും ചെറുത്. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? 0 ആണ് നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ സംഖ്യ. പക്ഷെ അത് ആദ്യം വന്നു കഴിഞ്ഞാൽ 5 അക്കം എന്നുള്ളത് എന്താകും? 4 അക്കാവും. അപ്പൊ എപ്പോഴും 0നെ നമ്മൾ രണ്ടാമത് എഴുതണം. നോക്കൂ, 12,345 ചെറിയ സംഖ്യയല്ലേ 10,234. അപ്പൊ നമ്മുടെ കണ്ടീഷൻസും ഇവിടെ ബാധകമായി വന്നിട്ടില്ലേ? എന്താണ്? ഒരേ നമ്പർ വീണ്ടും വന്നിട്ടില്ല, 5 അക്കമാണ്. 5 അക്കത്തില് ഒരേ നമ്പർ വീണ്ടും വരാത്ത രീതിയിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 10,234 ആണ് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും അതിൽ ഇനി സംശയം ഉണ്ടോ? എന്തുകൊണ്ടാണ് അത് 1, 2, 3, 4, 5 ആവാതെ 10,234 ആയത് എന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? എന്തുകൊണ്ടാണത്? 1, 2, 3, 4, 5 എന്ന് പറയുന്നതിനേക്കാൾ ചെറിയ സംഖ്യയാണ് 10,234. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ചെറിയ സംഖ്യ വിത്തൗട്ട് റിപ്പീറ്റിംഗ്, ഒരേ നമ്പർ വീണ്ടും വരാത്ത രീതിയിലുള്ള ചെറിയ സംഖ്യ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1 എഴുതുക. 1 നോക്കണ്ട, ആദ്യം തന്നെ 1 ആണ് എഴുതേണ്ടത്. അടുത്തത് 0 ആണ് വരിക. കാരണം 0 എന്ന് പറയുന്നത് നമുക്ക് ഒരു സംഖ്യയായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്ന സാധനമാണല്ലേ. 0 വന്നു കഴിഞ്ഞാൽ ആ സംഖ്യയുടെ വാല്യൂ പിന്നെയും കുറയാണ്. എവിടെയെങ്കിലും ഒരു 0 വന്നാൽ ഒരു സംഖ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 0നെ ഉൾപ്പെടുത്തിയേ പറ്റൂ. അപ്പോൾ സാധാരണ രീതിയിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കേണ്ടത് ഏറ്റവും വലിയ സ്ഥാനത്ത് കൊടുത്താലാണ് ആ സംഖ്യ ചെറുതാവുള്ളൂ. അതായത് 1 എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്ഥാനത്ത്, അതായത് 10,000ന്റെ സ്ഥാനത്ത് കൊടുത്താലാണ് ആ സംഖ്യ ചെറുതാവുള്ളൂ. അതിനുശേഷം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സ്ഥാനം അല്ലെങ്കിൽ വലിയ സ്ഥാനം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള സ്ഥാനമാണ്. അവിടെയാണ് നമ്മൾ 0 കൊടുക്കേണ്ടത്. 0നെ വിട്ടുപോകരുത് കേട്ടോ. നിങ്ങളപ്പോ കുറെ പേര് 1, 2, 3, 4, 5 എന്ന ആൻസർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മറന്നുപോയ ഒരു കാര്യം 0നെയാണ്. 0 ഒരു സംഖ്യ തന്നെയാണ്. 0നെ മറന്നു പോകരുത്. എപ്പോഴും ചെറിയ സംഖ്യ ചോദിക്കുമ്പോൾ, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് പറയുമ്പോൾ 0 എഴുതണം. പക്ഷെ അത് ഫസ്റ്റ് തന്നെ കൊണ്ട് എഴുതരുത്, രണ്ടാമതാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? 0 എവിടെ എഴുതേണ്ടത്? രണ്ടാമതാണ് 0നെ എഴുതേണ്ടത്. ക്ലിയർ ആയോ? ഈ ഒരു പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലിയ സംഖ്യ എന്ന് പറയുന്നത് 9, 8, 7, 6, 5 ചെറിയ സംഖ്യ 10, 2, 3, 4 അതായത് 98,765 10,234 അതാണ് നമ്മുടെ സംഖ്യകൾ. അപ്പോൾ 5 അക്കം എന്ന് പറയുമ്പോൾ 5 അക്കമേ വരാൻ പാടുള്ളൂ. നമ്മൾ ഈ 1, 2, 3, 4, 5 എന്ന് എഴുതിയിട്ട് ഇതിന്റെ ഏറ്റവും അറ്റത്ത് കൊണ്ടുപോയിട്ട് 0 ഇട്ടാലും ആ 0 ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. മനസ്സിലായോ? 5 അക്കമേ വരാൻ പാടുള്ളൂ. ശ്രദ്ധിക്കണം. നിങ്ങൾ 5 അക്കം എന്നുള്ളതിനെ വിചാരിച്ചിട്ട് കുറേ ഇമോജീസ് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഇമോജീസ് വിടാനായിട്ട് ആരോടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇമോജീസും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് ക്ലിയർ ആവില്ല. നിങ്ങൾക്ക് മനസ്സിലാവായികയുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? വേഗം ആൻസർ പറഞ്ഞോ. 98,765 10,234 തമ്മിലുള്ള ഡിഫറൻസ് സബ്സ്ട്രാക്ട് ചെയ്യുക. വേഗം ആൻസർ പറഞ്ഞു. വേഗം. എത്രയാണ് ആൻസർ വരുന്നത്? എത്രയാണ് ആൻസർ? 4th വണ്ണിന്റെ ആൻസർ എത്രയാണ്? 2 ആണ് കേട്ടോ ആൻസർ വരുന്നത്. കറക്റ്റ്. എല്ലാവരും കുറെ പേര് ആൻസേഴ്സ് പറയുന്നുണ്ട്. 2 ആണ് ആൻസർ. ഇതാണ് ആൻസർ വരുന്നത്. 883531 എന്ന് പറയുന്നതാണ് ഉത്തരം വരുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും മറക്കരുത്, നിങ്ങൾ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ 1, 2, 3, 4, 5 എന്ന് എഴുതരുത്. 0നെ ഉൾപ്പെടുത്തണം. ആദ്യം തന്നെയല്ല, രണ്ടാമത്തെ അക്കമായിട്ടാണ് 0നെ ഉൾപ്പെടുത്തേണ്ടത്.
അപ്പൊ 5 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ പോലും 4 വരെയാണ് ആ സംഖ്യ വരുന്നുള്ളൂ. 1 0 2 3 4 അവിടെ വരെ വരുള്ളൂ. ഓക്കെ, യെസ്, കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഇപ്പൊ പറയുന്ന ആൻസർ കറക്റ്റ് ആണ്. രണ്ടാമത്തെയാണ് ഉത്തരം. 88531 അതാണ് ഉത്തരം. അപ്പൊ എനിക്ക് ഇപ്പൊ 92 ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. അപ്പൊ എല്ലാവരും കൂടെ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് വിളിച്ച ഓക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നിങ്ങനെ പറയാനിരുന്നാൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ശരിയാണെന്ന് ഒറ്റയടിക്ക് പറയുന്നത്. എന്തെങ്കിലും തെറ്റ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. കൂടുതലും മനസ്സിലായല്ലോ. 93 ആൾക്കാർ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും വളരെ ക്രൗഡഡ് ആണ്. സോ എനിക്ക് ഓരോരുത്തരുടെ പേര് വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി 5th ക്വസ്റ്റ്യൻ. ഓക്കെ, 5th ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ്സ് ഇൻ വിച്ച് 9 ഈസ് ഇൻ ദ 10th പ്ലേസ്. അപ്പൊ ഈ തന്നിട്ടുള്ളതില് 4 അക്ക സംഖ്യകളാണ് തന്നിട്ടുള്ളത് അല്ലെ. ഇതിലെല്ലാത്തിലും ഡിഫറെന്റ് ഡിജിറ്റ്സ് ആണ്. 9 എന്ന് പറയുന്ന സംഖ്യ 10ന്റെ പ്ലേസിൽ 10 എന്നുള്ള സ്ഥാനത്ത് വരുന്ന രീതിയിലുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇവിടെ? പറഞ്ഞോളോ. 9 എന്ന് പറയുന്ന സംഖ്യ. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ മലയാളം മീഡിയംകാർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം അവർ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ കാണുന്നത്. ഇംഗ്ലീഷ് മീഡിയംകാർക്കാണ് ഇതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും 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 വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, 4-2 എന്ന് കുറേ പേര് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. BTS ആർമി എന്ന് പേരുള്ള ആളാരാന്നൊന്ന് പറയണം കേട്ടോ. കുറെ പേര് 5th ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. 5B എന്ന് പറയുന്നുണ്ട് ആദിദേവ്. കുറെ പേര് സുനിജ, സീന, യെസ്, കുറെ പേര് യദു, കുറെ പേര് രണ്ടാമത്തെ ആണെന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി, എന്താണ് ചോദ്യം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 അക്ക സംഖ്യകളുടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 എണ്ണത്തിലും വെച്ചിട്ട് 9 പറയുന്ന സംഖ്യ 10ന്റെ പ്ലേസിൽ വരുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലെല്ലാത്തിലും 9 വരുന്നത് 10ന്റെ പ്ലേസിലാണ് അല്ലേ. എല്ലാ നമ്പറുകളിലും 9 എന്ന് പറയുന്നത് 10ന്റെ പ്ലേസിലാണ് വരുന്നത്. ഇതാണ് 10ന്റെ പ്ലേസ്. ഇത് 1ന്റെ പ്ലേസ്, ഇത് 10ന്റെ പ്ലേസ്. അതായത് ഒറ്റ, 10, 100, 1000 അല്ലെ. ഇതാണ് 10 എന്ന് പറയുന്ന സ്ഥാനം. 10 എന്ന് പറയുന്ന സ്ഥാനമാണിത്, 10. അപ്പൊ എല്ലാത്തിലും 9 എന്ന് പറയുന്നത് 10 എന്നല്ലെങ്കിൽ 10 എന്ന് പറയുന്ന സ്ഥാനത്താണ് വരുന്നത്. അപ്പൊ നമ്മുടെ നമ്പർ ഏതൊക്കെയാ? 1290, 1092, 2091, 2190. ഇതാണ് നമ്മുടെ നമ്പർ. ഇത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിൽ ഏത് ഏറ്റവും ചെറിയ നമ്പർ ഇതാണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാതും 9, 10ന്റെ പ്ലേസിലാണ് തന്നത്. ഇനി അങ്ങനെ അല്ല എങ്കിൽ പോലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് 10ന്റെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് വളരെ വ്യക്തമായിരിക്കണം. യെസ്, അപ്പൊ എല്ലാവരും ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. എന്താണ് ആൻസർ? നമുക്ക് 2 അല്ലെങ്കിൽ B ആണ് കേട്ടോ ഇവിടുത്തെ ആൻസർ. B ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. B ചെറിയ നമ്പർ അല്ലേ ചോദിച്ചിട്ടുള്ളത്? ചെറിയ നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. B ആണ് ആൻസർ. കുറച്ച് പേരൊക്കെ 4 ഇടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് 4 ഇടുന്നത്? നിങ്ങൾ ഇതിന്റെ ആൻസർ തന്നെയാണോ ഇടുന്നത്? സ്മോളസ്റ്റ് നമ്പർ ഓഫ് 4 ഡിജിറ്റ്. നമുക്ക് ഡിഫറെന്റ് ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് ഇവിടെ തന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് B ആണ്, അല്ലെങ്കിൽ 1092 ആണ്. ഇതാർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ മിണ്ടാതിരിക്കരുത്, ഉറപ്പായിട്ടും പറയണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? 5ാമത്തെ ക്വസ്റ്റ്യൻ. Which is the smallest 5-digit number formed by digits 5, 1, 6 when 2 digits can be used as? അപ്പോൾ 3 സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ, 5ഉം 1ഉം 6ഉം. മലയാളം മീഡിയംകാർക്ക് വേണ്ടി മലയാളത്തിൽ പറയാം. ഈ തന്നിട്ടുള്ള 3 അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 5 അക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഈ തന്നിട്ടുള്ള 3 അക്കത്തിൽ 2 സംഖ്യ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതായത് 5, 1, 6 എന്ന് പറയുന്ന 3 സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 5ഉം 1ഉം 6ഉം. ഈ 3 സംഖ്യകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 5, 1, 6. ഈ 3 സംഖ്യകൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 5 അക്ക സംഖ്യ ഉണ്ടാക്കണം. 3 സംഖ്യ ഉപയോഗിച്ചിട്ട് എങ്ങനെയാലും 5 അക്ക സംഖ്യ ഉണ്ടാക്കുക? 5 അക്ക സംഖ്യ ഉണ്ടാക്കാൻ 5 സംഖ്യ ഉണ്ടേ. അതുകൊണ്ടാണ് അവരൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും 2 സംഖ്യകൾ നമുക്ക് ഒരു തവണ കൂടെ റിപ്പീറ്റ് ചെയ്യാം.
അതായത് 5 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് 2 5 യൂസ് ചെയ്യാം. 1 ആണ് എടുക്കണമെങ്കിൽ 2 1 ആ നമ്പറിൽ ഉൾപ്പെടുത്താം. അല്ല 6 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 6 ഉൾപ്പെടുത്താം. പക്ഷേ ആ സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം. അപ്പോൾ 5 1 6 എന്നുള്ള ഈ 3 നമ്പറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ, അതിൽ ഏതെങ്കിലും 2 നമ്പറിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നിങ്ങൾ പറ, ഇതിൽ ഏത് 2 നമ്പറിനെ ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഏത് 2 നമ്പറിനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്? 5നെയാണോ നമ്മൾ 2 പ്രാവശ്യം ഉപയോഗിക്കേണ്ടത്? 1നെയാണോ ഉപയോഗിക്കേണ്ടത്? 6നെയാണോ? 2 നമ്പറുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അല്ലേ? 1ന് 2 പ്രാവശ്യവും 5ന് 2 പ്രാവശ്യവും ഉപയോഗിക്കണോ? അത് 1ന് 2 പ്രാവശ്യവും 6ന് 2 പ്രാവശ്യവും ഉപയോഗിക്കണോ? 5ന് 2 പ്രാവശ്യവും 6ന് 2 പ്രാവശ്യവും ഉപയോഗിക്കണോ? ഏത് സംഖ്യകളെയാണ് 2 തവണ ഉപയോഗിച്ചാൽ നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ കിട്ടാനുള്ള സാധ്യതയുള്ളത്? കുറെ പേരൊക്കെ ആൻസർ വരുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. നിങ്ങൾ ഇടുന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവുണ്ടോ? ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 5 1 6. അവരൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ? ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ 2 പ്രാവശ്യം ഉപയോഗിച്ചോ. അല്ലാണ്ട് നമുക്ക് 5 അക്ക സംഖ്യ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഒരു 3 ഡിജിറ്റ് വെച്ചിട്ട്. അപ്പൊ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു സംഖ്യ 2 എണ്ണത്തിനെ നിങ്ങൾ 2 പ്രാവശ്യം ഉപയോഗിച്ചോ. പക്ഷേ അങ്ങനെ ഉപയോഗിച്ചാലും ഇതൊക്കെ വെച്ച് കിട്ടുന്ന സംഖ്യ ചെറുതായിരിക്കണം. കറക്റ്റ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് ഉത്തരം പറയുന്നത്. 1നെയും 5നെയും ആണ് നമ്മൾ 2 വട്ടം ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം 6ന് ഉപയോഗിച്ചാണെങ്കിൽ ആ നമ്പർ വലുതായി. കാരണം തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഖ്യയാണ് 6. അപ്പൊ നമ്മൾ 6നെ ഉപയോഗിക്കരുത്. ചെറുതാണല്ലോ നമ്മുടെ ഉദ്ദേശം, ചെറിയൊരാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് ചെറിയ സംഖ്യകളെ നമ്മൾ വീണ്ടും 2 വട്ടം ഉപയോഗിക്കാം. അപ്പൊ 1നെയും 5നെയുമാണ് 2 വട്ടം ഉപയോഗിക്കേണ്ടത്. കറക്റ്റ്, വെരി ഗുഡ്. അപ്പൊ കുറെ പേര് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് വളരെ ഹാപ്പി ആവുന്നു ഞാൻ നിങ്ങളുടെ ഇങ്ങനെ ആൻസേഴ്സ് പെട്ടെന്ന് വരുന്നത് കണ്ടിട്ട്. നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ 1നെയും 5നെയുമാണ് ഞാൻ 2 വട്ടം ഉപയോഗിക്കാൻ പോണത്. അപ്പൊ ഈ 3 അക്കത്തില് ഞാൻ ഉപയോഗിക്കുന്ന 2 വട്ടം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 1ഉം 5ഉം 6ഉം പിന്നെ വീണ്ടും ഒരു 1ഉം വീണ്ടും ഒരു 5ഉം. അപ്പൊ ഇതിൽ വെച്ചിട്ട് ഇതാണ് നമ്മുടെ സംഖ്യ. ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ നമുക്ക് ഓൾറെഡി അറിയാലേ, 1ഉം 1ഉം 5ഉം 5ഉം 6ഉം. ഇതാണ് നമ്മുടെ സംഖ്യ. അതായത് 3 ആണ് ഉത്തരം. 1ഉം 1ഉം 5ഉം 5ഉം 6ഉം. ക്ലിയർ ആയോ എല്ലാവർക്കും? യെസ്, സി അല്ലെങ്കിൽ 3 ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എപ്പോഴും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യകൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി തുടങ്ങണം. 1 ആണ് ഏറ്റവും ചെറുത്. 1 2 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 1ഉം 1ഉം 5ഉം 5ഉം 6ഉം 11,556. അതായത് 3 അല്ലെങ്കിൽ സി ആണ് ഇവിടുത്തെ ഉത്തരം. യെസ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ കാണാണ്ടാണ് എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത്. ഞാൻ കാണുന്നുണ്ട്, വ്യക്തമായി ഞാൻ കാണുന്നുണ്ട്. വീണ്ടും ഞാൻ ആവശ്യമില്ലാത്ത ഇമോജികളൊക്കെ കാണുന്നുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അന്നത്തെ പോലെ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ വീണ്ടും വീണ്ടും വരരുത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്ത ഇമോജികളൊന്നും ആരും ഇടണ്ട. സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുക. പിന്നെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ഹാർട്ടും തംസും ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് കുറച്ച് ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഈ 6 എണ്ണവും വെരി പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആയി. ഓക്കെ, സോ സിമ്മി അബിൻ എന്ന് പറയുന്ന ആള് പേര് വിളിക്കാൻ പറയുന്നുണ്ട്. പേരൊന്ന് പറയുമോ? ഞാൻ ഈ ഒരാളെ ആദ്യമായിട്ട് കാണുകയെന്ന് തോന്നുന്നു. അബിൻ എന്നാണോ പേര്? എൻ്റെ പേര് വൈശാഖി എന്നാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇപ്പം ഈ 6 ക്വസ്റ്റ്യനും പെർഫെക്റ്റ് ആണ്. ഇതിൽ നിന്ന് ഇങ്ങനത്തെ എന്ത് ചോദ്യം വന്നാലും ഞങ്ങൾ ഫുൾ എഴുതും ടീച്ചറെ എന്നുള്ള ആൾക്കാരൊന്ന് ഹാർട്ടൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ നോക്കട്ടെ എനിക്ക് എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു 6 ക്വസ്റ്റ്യൻ നിങ്ങളുടെ നവോദയ എക്സാമിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് കറക്റ്റ് ആൻസർ എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെയും JNV 2018 JNV 2019 എന്നൊക്കെ കാണാമല്ലേ? അതെന്താ? JNV എന്ന് പറയുന്നതാണ് നിങ്ങളുടെ എക്സാമിൻ്റെ പേര്. ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് JNVST എന്നാണ് നിങ്ങളുടെ എക്സാമിന്റെ പേര് വരുന്നത്. 2018 JNV എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2019 2018 ഒക്കെ JNV ജവഹർ നവോദയ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ്.
യെസ്, ആഹാ. അപ്പൊ ഇത്രയധികം പേർക്ക് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? 6 മാർക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് മെന്റൽ എബിലിറ്റിയിൽ നിന്നും ലാംഗ്വേജിൽ നിന്നും കൂടി ബാക്കി മാർക്ക് കിട്ടിയാൽ മതി അല്ലേ? മാത്സിൽ നിന്നുള്ള 20 മാർക്സ് എല്ലാവർക്കും ഉറപ്പായിട്ടും കിട്ടും അല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ ഒരു ഇത് പോണത്. നമ്മൾ ന്യൂമറിക് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞു. ഇതാ എല്ലാവരും നിന്ന് ആക്റ്റീവായിട്ടാണ് ആൻസേഴ്സ് ചെയ്യുന്നത് അല്ലേ? യെസ്. നമ്മുടെ പഴയ ആൾക്കാരുടെ ഇമോജീസും ഹാർട്ടും ഒന്നും കാണുന്നില്ലല്ലോ. പഴയ ആൾക്കാരെവിടെ? ആദിത്യ, ശ്രീനന്ദ, അവരൊന്നും കാണാനില്ലല്ലോ. ആൻസേഴ്സ് ഞാൻ കണ്ടിരുന്നു, അതല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഹാർട്ടും നമ്മുടെ ഈ റിയാക്ഷൻസിന്റെ സമയത്ത് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണല്ലോ. എവിടെ എല്ലാവരും? നമ്മുടെ പുതിയ ആൾക്കാരാണ് കേട്ടോ റിയാക്ഷൻ കൂടുതലിടുന്നത്. നിങ്ങൾ കുറച്ചും കൂടി ഇപ്പോൾ ആക്റ്റീവ് ആണ്. നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പോകണ്ടേ? വേണ്ടേ? അതാണ് കൂടി നമുക്ക് ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇനി ഓക്കെ. യെസ്, ഹന്ന തോമസ്, കുറേ പേര്, ഗൗരി, യെസ് യെസ്, സ്വാതി. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇത്രയും പേർക്കാണോ അപ്പോൾ 6 മാർക്ക് കിട്ടുള്ളൂ? ഈ 103 പേരുള്ളതിൽ ഇത്രയും പേർക്കാണ് കിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ 6 മാർക്ക് പോയോ? ഈ ഹാർട്ട് ഇടുന്നവർക്ക് മാത്രമാണ് 6 മാർക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്കിത് പെർഫെക്റ്റ്ലി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 6 മാർക്ക് കിട്ടിയില്ല. ഇപ്പം നമ്മൾ 6 എണ്ണം ഡിസ്കസ് ചെയ്തു, 6 മാർക്ക് കിട്ടും. അപ്പോൾ ആ 6 മാർക്ക് കിട്ടുന്ന ആൾക്കാരാണിത്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ. ഇവിടെ 100 പേരുള്ളതിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 20 21 22 23 24 25 26. ഓക്കെ, കിട്ടട്ടാ, എല്ലാവർക്കും കിട്ടും. റൂബൻ, യെസ്. കണ്ടോ? അതാ പഴയ ആൾക്കാരുടെ ശക്തി കാണിക്കാൻ പറഞ്ഞപ്പോൾ വരുന്ന ഇമോജീസ് കണ്ടോ? യെസ്. അപ്പോൾ അതെല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ന്യൂ സ്റ്റുഡൻസിനൊക്കെ വെൽക്കം. താങ്ക് യു. ഞാനും സോ ഹാപ്പിയാണ് നിങ്ങളുടെ ആൻസേഴ്സൊക്കെ കണ്ടിട്ട്. യെസ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാ നമ്മുടെ 100 പേർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ തന്നിട്ടുള്ളതിൽ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഓൺലി 1 പ്രൈം നമ്പർ ലൈ? അതിൻ്റെ ഉത്തരം വേഗം പറഞ്ഞു. നിങ്ങൾക്ക് ക്യൂൻസ് വ്ലോഗ് നമ്മുടെ ആദിദേവ് യെസ് എന്ന് പറഞ്ഞ അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. എന്താ ഇമോജീസ് ഒന്നും വരാത്തേ? യെസ്. അപ്പോൾ അതാ എന്തോരം ഇമോജീസ്. അത് കൂടാതെ നിങ്ങളുടെ 103 പേരുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ഇഷ്ടമായെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ആ ലൈക്കും കൂടി ഒന്ന് ചെയ്തേ വേഗം. ക്ലാസ്സിൻ്റെ ഒരു ആവേശം എനിക്ക് ആ ലൈക്സിലും കൂടെ ഒന്ന് കാണട്ടെ. 17 ലൈക്സ് വന്നിട്ടുള്ളൂ. കുറേ പേര് ക്ലാസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേ വേഗം. എനിക്കപ്പോൾ നിങ്ങൾക്ക് എന്തോരം ക്ലാസ് ഇഷ്ടമായെന്നും കൂടെ ഒന്ന് മനസ്സിലാവണ്ടേ? ഒന്ന് ലൈക്കും കൂടെ ഒക്കെ ചെയ്തോട്ടാ. ഇനി നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഓൺലി ഹാവ് 1 പ്രൈം നമ്പർ ലൈ? എന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള സെറ്റിൽ 40 to 50, 60 to 70, 80 to 90, 90 and 100 ഇതിൻ്റെ ഇടയിൽ ആകെ ഒറ്റ പ്രൈം നമ്പർ മാത്രം ഉള്ള സെറ്റ് ഏതാണ്? അതാണ് ചോദ്യം. ആകെ ഒറ്റ പ്രൈം നമ്പർ മാത്രമുള്ള ഒരു സെറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എന്നിട്ടും ഇതാ നോക്കിയേ, 3-5 പേരെ ഇപ്പൊ പറഞ്ഞിട്ട് ലൈക്ക് ചെയ്തത്. വേഗം ആയിക്കോട്ടെ ലൈക്സ് ഒക്കെ. അതിന്റെ കൂടെ ഇതിന്റെ ഉത്തരം കൂടെ ഒന്ന് പറഞ്ഞോ. നമുക്കിതാ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 40 to 50, 60 to 70, 80 to 90, 90 to 100. ഇതില് ഈ ഒരു സെറ്റില് ആകപ്പാട് ഒരൊറ്റ പ്രൈം നമ്പർ ഉള്ള ഒരൊറ്റ സെറ്റേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പ്രൈം നമ്പർ എന്താന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ്? ഒറ്റ ഫാക്ടർ മാത്രം, അല്ലെങ്കിൽ അതിനെ നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു നമ്പർ കിട്ടുള്ളൂ. അല്ലാതെ വേറെ ഏത് 2 നമ്പറുകൾ തമ്മിലും ഗുണിച്ചാലും അങ്ങനെ ഒരു നമ്പർ കിട്ടില്ല എന്നുള്ളതാണ് പ്രൈം നമ്പർ. 1ന് മുകളിലുള്ള നമ്പേഴ്സിനാണ് പ്രൈം നമ്പർ ആയിട്ട് കണക്കാക്കുന്നത്. യെസ്. 7ാമത്തെ ഉത്തരം 4 ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ്. യെസ്, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ആ പ്രൈം നമ്പർ ഏതാന്നും കൂടെ ഒന്ന് പറഞ്ഞോ. 90നും 100നും ഇടയിലുള്ള, നിങ്ങൾ പറഞ്ഞല്ലോ അതിന്റെ ഇടയിൽ ഒരൊറ്റ പ്രൈം നമ്പറേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ പ്രൈം നമ്പർ ഏതാന്നും കൂടെ ഒന്ന് വേഗം കമന്റ് ചെയ്തേ. അപ്പൊ നോക്കട്ടെ നിങ്ങൾക്ക് ആ പ്രൈം നമ്പർ ഏതാന്ന് മനസ്സിലായെന്ന് നോക്കട്ടെ. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. 40ഉം 50ന്റെ ഇടയിലല്ലേ 42ഉം 44ഉം 46ഉം എല്ലാതും നമുക്ക് എന്താ പ്രൈം നമ്പേഴ്സ് ആണ്. സോറി, പ്രൈം നമ്പേഴ്സ് അല്ല അല്ലെ? അതിന്റെ ഇടയിലുള്ള ആകെ ഒറ്റ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 43,
47, 49 ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 40ന്റെ 50ന്റെ ഇടയിലല്ല. ഇനി നോക്കിയേ 60ന്റെ 70ന്റെ ഇടയിലാണോ നോക്കിയേ. 63 അല്ലെങ്കിൽ 67, ഇത് 69 ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് അല്ലല്ലോ. അപ്പൊ അതുമല്ല. ഇനി 90ന്റെ 100ന്റെ യെസ് കറക്റ്റ്. കുറേ ആൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പ്രൈം നമ്പർ എന്താന്ന് നമ്മൾ പറഞ്ഞത്, ആ ഒരു നമ്പറിനെ നമുക്ക് കിട്ടണമെങ്കിൽ ആ നമ്പർ ഇൻറ്റു 1 ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. വേറെ ഒരു തരത്തിലും നമുക്ക് ആ നമ്പർ കിട്ടാൻ പാടില്ലെങ്കിൽ അതാണ് പ്രൈം നമ്പർ. 5 ഒരു പ്രൈം നമ്പർ ആണ് അല്ലേ. 7 ഒരു പ്രൈം നമ്പർ ആണ്. 9 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം എന്താ, നമുക്ക് 3 ഗുണം 3 ചെയ്താൽ 9 കിട്ടും. അപ്പൊ അതൊരു പ്രൈം നമ്പർ അല്ല. മനസ്സിലായല്ലോ. കറക്റ്റ് ആണ് കേട്ടോ. അതെല്ലാവരും ആൻസേഴ്സ് പറയുന്നത് 97 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വെരി ഗുഡ്. അപ്പൊ 97 ആണ് 90ന്റെയും 100ന്റെയും ഇടയിലുള്ള ആകെയുള്ള ഒരു പ്രൈം നമ്പർ. ബാക്കി ഇവിടെയുള്ള ബാക്കി എല്ലാ സെറ്റിന്റെ ഇടയിലും ഒന്നിലധികം പ്രൈം നമ്പറുകൾ ഉണ്ട്. മനസ്സിലായോ. ഈ 90നും 100നും ഇടയിലുള്ളത് മാത്രമാണ് ആകെ ഒരൊറ്റ പ്രൈം നമ്പർ ഉള്ളത്. 95ഉം 90ഉം 100ഒക്കെ എങ്ങനെയാണ് പ്രൈം നമ്പർ ആകുന്നത്? നമുക്ക് ഏതെങ്കിലും രണ്ട് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൈം നമ്പേഴ്സിനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. മനസ്സിലായോ. 4 ആൻസർ എന്ന് പറയുന്നത് 90 ആൻഡ് 100 ആണ്. അപ്പം നിങ്ങളിതൊക്കെ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഗുഡ്. നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. അതെനിക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പം ഞാൻ ഇനി അതിൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അതിൽ ചെയ്യാൻ മാത്രമൊന്നും ഇല്ലല്ലോ. ദാറ്റ് ഈസ് തിയറി. യെസ്, ന്യൂ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിജിമോൾ അലക്സ് പേരും കൂടി ഒന്ന് ഇടണേ. യെസ്, 90 ആൻഡ് 100. ഇത് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ആർക്കെങ്കിലും പ്രൈം നമ്പർ എന്താണെന്ന് അറിഞ്ഞില്ലേ? പ്രൈം നമ്പർ എന്താണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ആ ഒരു നമ്പറിനെ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു നമ്പർ കൊണ്ട് 1 കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യാനേ പാടുള്ളൂ. അതായത് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഒന്നുകൊണ്ട് മാത്രമേ നമ്പറിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് പ്രൈം നമ്പർ. 5നെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുമോ? കറക്റ്റായിട്ടുള്ളൊരു വാല്യൂ കിട്ടുമോ? ഇല്ല. 5 ഡിവൈഡഡ് ബൈ 1 ചെയ്താൽ മാത്രമേ നമുക്ക് 5 എന്നുള്ളൊരു വാല്യൂ കിട്ടുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ആ നമ്പർ കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ 1 കൊണ്ട് മാത്രം ഗുണിച്ചാലാണ് ഈ ഉത്തരം കിട്ടാൻ പാടുള്ളൂ. 1 കൊണ്ട് മാത്രം ഗുണിച്ചാൽ കിട്ടുന്ന ഒരു നമ്പർ 5 ഗുണം 5 ആണ്. 5 ഗുണം 1 ആണ് 5. 5 ടൈംസ് 1 ആണ് 5. വേറെ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 കിട്ടുമോ? നമ്പർ എന്ന് പറയുമ്പോൾ ഇൻറ്റിജർ ആയിരിക്കണം, ഫ്രാക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. 2.5 ഗുണം 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 5 കിട്ടും. പക്ഷെ അതല്ല, ഇൻറ്റിജർ. ഏതെങ്കിലും വേറെ രണ്ട് ഇൻറ്റിജറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു സംഖ്യ ആകരുത്. 6 എടുത്തു നോക്കിയാൽ നിങ്ങൾ 2 × 3 6 ആണല്ലേ. പിന്നെ 6 × 1 6 ആണ്. അത് പറ്റില്ല. ഏതെങ്കിലും ആ ഒരു നമ്പറിനെ കിട്ടണമെങ്കിൽ അതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ആ നമ്പർ കിട്ടാൻ പാടുള്ളൂ. അതാണ് പ്രൈം നമ്പർ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യോ, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻറ്റ് വെൻ 76,076 ഇസ് ഡിവൈഡ് ബൈ 13? അതായത് 76,076നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യന്റ്, അതായത് ഭാഗഫലം, ഉത്തരം ഏതാണ്? അപ്പോൾ ഈ കവിത ബിനു എന്ന് പറയുന്ന ആൾ പുതിയ ആളാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. 1 എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. 1 1 1 1 എന്ന് പറയുന്നത് ഏതിൻ്റെ ഉത്തരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 7ാമത്തേൻ്റെ ആണെങ്കിൽ 1 അല്ല ഉത്തരം, 4 ആണ് കേട്ടോ ഉത്തരം. 90നും 100നും ഇടയിലാണ് ഒരൊറ്റ പ്രൈം നമ്പർ മാത്രമുള്ളത്. ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 4 ആണ്. 1 എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഏതാണ്? 8ാമത്തേൻ്റെ ഉത്തരമാണോ 1 എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്? 8ാമത്തേൻ്റെ ഉത്തരമാണോ? ഞാൻ പറഞ്ഞു നിങ്ങൾ ആ നമ്പറും കൂടി ഒന്ന് ഇടുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കായിരുന്നു. ശിവാനിക്ക് എന്താ മനസ്സിലായില്ലേ? ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം വേഗം ഒന്ന് പറഞ്ഞോളോ. 8ാമത്തേൻ്റെ, അതായത് വേറൊന്നുമില്ല, നിങ്ങൾ അവിടെ ചെയ്താൽ മതി. 76,076നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. എങ്ങനെയാ 76,076നെ 13 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? നമ്മുടെ സാധാരണ ഡിവിഷൻ. 76,076 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഫസ്റ്റ് ഈ ഒരു നമ്പറിൽ പോകാൻ നോക്കുക.
ഇല്ല, 13 7-നേക്കാൾ വലുതാണ്. അപ്പൊ 2 നമ്പർ എടുക്കുക. 76-ൽ എത്ര 13 ഉണ്ട്? 76-ൽ എത്ര 13 ഉണ്ട്? 13 ഗുണം 5 ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. 13 ഗുണം 5 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 65 ആണല്ലേ കിട്ടിയത്. 65 കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു 13 കൂടി കൂട്ടിക്കഴിഞ്ഞാലോ 13 ഗുണം 6 ചെയ്താൽ എന്താ കിട്ടുക? 78ആയി. അപ്പൊ 76-നേക്കാൾ വലുതായി പോയി. അപ്പൊ ഈ 76-ൽ എത്ര 13കളുണ്ട്? 5 എണ്ണം അല്ലെ. 5 13 ആണ്, 65 ആണ്. അപ്പൊ ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എഴുതുക. ബാക്കി എത്രയാ വരുന്നത്? 11. അത് ഞാനിവിടെ സബ്സ്ട്രാക്ട് എഴുതി 11-ൽ. അപ്പൊ ഈ 13 പോകില്ല. അപ്പൊ ഈ 0 ഒന്നും കൂടെ താഴ്ത്തി കിടക്കരുത്. ഇനി എന്ത് നോക്കണം? 110-ൽ എത്ര 13 ഉണ്ട് എന്ന് നോക്കണം. നമ്മളെങ്ങനെ നോക്കുക? 13 ഗുണം 8 ഒന്ന് ചെയ്ത് നോക്കിയേ. 13 ഗുണം 8 എത്രയാ വരുന്നത്? 104 അല്ലേ. അപ്പൊ ദാ 8 ആണ് ഇവിടെ വരുന്നത്. 8 13 ആണ് 104. വീണ്ടും ദാ ഇവിടെ ഒരു 6 ബാക്കിയുണ്ട് അല്ലേ. 6 എടുത്തെഴുതി. പിന്നെ നമുക്ക് എന്ത് ബാക്കിയുണ്ട് അവിടെ? ഇത് 7-നെ എടുത്ത് താഴത്തേക്ക് ഇറക്കി എഴുതി. അപ്പൊ നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 5 × 13 ആണ് 65 എന്നുള്ളത് അല്ലേ. അപ്പൊ ദാ 2 ബാക്കി വന്നു. ദാ ഇവിടെ നിന്ന് ഈ 6-നെ എടുത്ത് താഴത്തേക്ക് എടുത്ത് എഴുതി. 26-ൽ എത്ര 13 ഉണ്ട്? കറക്റ്റ് ആണല്ലേ. 2 13 ആണുള്ളത്. അപ്പൊ 26 കിട്ടി. റിമൈൻഡർ 0. നമ്മുടെ ഉത്തരം എത്രയാ? 58 52. അതാണ് ഉത്തരം. അതായത് 2 ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയോ എല്ലാവർക്കും? ക്ലാസ് ഒക്കെ പെട്ടെന്ന് തീർക്കാം നമുക്ക്. സമയം നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരണ്ട. എനിക്കറിയാം സമയം. 8:41 8:42 എനിക്കറിയാം കേട്ടോ സമയം. അപ്പൊ ഇതെന്താ? ഇത് എളുപ്പല്ലേ. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഡിവിഷൻ അങ്ങോട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? 58 52 ആണ് ഉത്തരം വരുന്നത്. ഇനി ആർക്കെങ്കിലും ഡിവിഷൻ മനസ്സിലാവാത്തതുണ്ടോ? സാധാരണ ഡിവിഷനാണ്. നമ്മൾ ആദ്യം ഫസ്റ്റത്തെ നമ്പറിൽ പോവെന്ന് നോക്കുക. 7 എന്ന് പറയുന്നത് 13-നേക്കാൾ ചെറുതായതുകൊണ്ട് പിന്നെ 76-ൽ എത്ര 13 ഉണ്ടെന്ന് നോക്കുക. 5 13 ആണ് 76-ലുള്ളത്. അപ്പൊ നമ്മൾ 5 കൊണ്ട് ചെയ്തു 65. അപ്പൊ 76-ൽ നിന്ന് 65 പോയി ബാക്കി 11 എടുത്ത് താഴത്തേക്ക് എഴുതി. ആ 11-ൽ 13 പോകില്ല. അപ്പൊ വീണ്ടും ഒരു 0-നെ താഴേക്ക് ഇറക്കിയിട്ട് 110. 8 13 ആണുള്ളത് 110-ൽ. 8 13 എന്ന് പറയുമ്പോൾ 104. അപ്പൊ ബാക്കി വീണ്ടും അവിടെ നിന്ന് 6 എടുത്ത് താഴത്തേക്ക് ഇറക്കി എഴുതി. പിന്നെ നമ്മൾ വീണ്ടും അതിന്റെ മുകളിൽ നിന്ന് 7 എടുത്ത് താഴത്തേക്ക് ഇട്ടു. 67-ൽ എത്ര ഉണ്ട്? വീണ്ടും 5 തന്നെയാണുള്ളത്. അപ്പൊ 65 എന്ന് വന്നു. അതിൽ നിന്ന് 2 ബാക്കി വന്നു. മുകളിലുള്ള 6 താഴേക്ക് ഇട്ടു. 26-ൽ എത്ര 13 ഉണ്ട്? 2 13. സോ 58 52. അപ്പൊ നിങ്ങൾക്ക് ഈ ഡിവിഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണണം. നമ്മൾ ഡിവിഷന് വേണ്ടി മാത്രമായിട്ട് ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ ആൾക്കാർക്കാണ് ആ ക്ലാസ് ഒക്കെ മിസ്സായിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഒന്നും കൂടെ പഠിപ്പിച്ചിട്ടാണ് തുടങ്ങിയത്. യെസ് ആദിദേവ് കറക്റ്റ് ആണ്. ദയ അനൂപ് ദാറ്റ് ഇസ് കറക്റ്റ്. കുറെ പേര് ആൻസർ ചെയ്യുന്നുണ്ട്. ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് അഭിനന്ദ് യെസ് കറക്റ്റ്. യെസ്. അപ്പോൾ മനസ്സിലായില്ല എന്ന് പറയുന്നത് 8 മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അത് പറയുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞത് എന്താണ്? ഡിവിഷനാണ്. അത് സാധാരണ ഡിവിഷനാണ്. വേറെ ഒന്നുമില്ല അവിടെ. വേറെ നമ്മളിപ്പോൾ പഠിച്ച നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മാത്രമായിട്ട് പഠിച്ച ഒരു കാര്യം ഞാനവിടെ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ ഡിവിഷൻ, നമ്മുടെ സാധാരണ നോർമൽ ഡിവിഷൻ. നമ്മൾ നോർമൽ ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? യെസ് ജോബി പീറ്റർ പേര് സോറി പേര്. അപ്പൊ 8 മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഡിവിഷന്റെ വീഡിയോ ഒന്ന് പോയി കാണണം. അപ്പൊ ഇവിടെ 8 മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാരൊന്നും എനിക്കറിയാം എൻ്റെ ഡിവിഷൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അല്ലേ. സുജിത ലൈജു എന്ന് പറയുന്നത് ആരാണ്? പേരെന്ന് പറയണം. സോറി സുജിത ലൈജു അല്ല, ആള് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോറി. സുനിജ ആൻഡ് BTS ആർമി ആൻഡ് സ്വാതി KS ഈ ആൾക്കാരൊക്കെ ഡിവിഷൻ്റെ എൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവാതിരുന്നവരാണ്. കാരണം നമ്മൾ ഡിവിഷൻ്റെ ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് മുമ്പായിരുന്നു. അപ്പോൾ ഡിവിഷൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഉണ്ടാവാതിരുന്ന ആൾക്കാർക്കാണ് ഇപ്പോൾ ഈ ഡിവിഷൻ്റെ കേസ് വന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേ. നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഇരുന്നിരുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? ഡിവിഷൻ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇരുന്നിരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലായില്ല എന്ന് പറയണവർക്കാണ് മനസ്സിലാവാത്തത്. എന്തുകൊണ്ടാ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഡിവിഷന്റെ ക്ലാസ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ, ഒന്നും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കുക. സാധാരണ ഡിവിഷൻ, നമ്മുടെ നോർമൽ ഡിവിഷൻ ആണിത്. ഡിവിഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ?
അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ സമയമായി, നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടി ഡിവിഷൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡിവിഷൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ഡിവിഷൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങൾ ഇനി ആരെങ്കിലും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോസും മിസ്സായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ എന്തായാലും മറക്കാതെ യൂട്യൂബ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ കാണാം.